തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാം. അതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് തന്നെ എല്ലാത്തിനും ഒരു പൂർണ്ണത ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അതിന് ഒരു ഹാപ്പി എൻഡിങ്. ആണ് ഹീറോ. എന്നിൽ വാസ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരു ഘടകമാണ്. ക്ലൈമാക്സ് കൂടെ ആകുമ്പോഴത്തേന് അതിന് വേറൊരു കൂടുതലാണ്. എല്ലാവരും കാണുക, ഫാമിലിയായിട്ട് കാണാം. സ്റ്റോറി വൈസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റോറി വൈസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് പ്രേക്ഷകരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? സിനിമ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അതായത് പ്രീമിയം ഷോ കണ്ടിരുന്നു, പക്ഷെ അതിനെക്കാളും ഈ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൈതട്ടലും ചിരിയും ആൾക്കാരുടെ ആ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഞാൻ പ്രീമിയം കണ്ടപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ഡയലോഗ്സ് ആണെങ്കിലും നല്ല ആ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ലെവലെല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും ഹാപ്പിയോടെ കാണും. ലാൽ സാറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലാൽ സാർ അടിപൊളിയാണ്, വാസി അടിപൊളിയാണ്, എന്നെ പോലെ രവീണ അടിപൊളിയാണ്. എല്ലാവരും അഭിരാം ആയിക്കോട്ടെ, പിന്നെ അഭിൻ ആയിക്കോട്ടെ, ജിലു ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ റോൾസ് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മോളുടെ ഡബിംഗ് ആണോ ആക്ടിംഗ് ആണോ സൂപ്പറായിട്ട്? മോളുടെ ഡബിങ്ങിൻ്റെ വിധത്തിൽ സൂപ്പറായിട്ട്, ആക്ടിങ് സൂപ്പറായിട്ട്, വളരെ സട്ടിലായിട്ട് വളരെ നന്നായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എല്ലാവരും കാണാം. ലാസ്റ്റ് മൂവിയാണ്. എക്സ്ട്രീംലി സൂപ്പർ മേക്കിംഗ്, നല്ല ബ്രില്യൻറ്റ് ഡയറക്ഷൻ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഭയങ്കര ട്വിസ്റ്റാണ്. നമുക്ക് അത് എക്സ്പെക്ട് ചെയ്തില്ല. അത് മൂവി ശരിക്കും എൻജോയ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലാസ്റ്റ് സീക്വൻസ് ഉണ്ട്. വി ക്യാൻ എക്സ്പെക്ട് എ സെക്കൻഡ് പാർട്ട്. ബ്രില്യൻ്റ് ആണ്, മസ്റ്റ് വാച്ച്. ആസാദി സൂപ്പർ. ആര്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ആര്യ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. ബാസിയുടെ പെർഫോമൻസ് മൂവി അടിപൊളിയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് പറയുന്നത്, അച്ഛൻ മകളുടെ ഒരു ബന്ധം, എല്ലാം നമുക്ക് ചിന്തിക്കാൻ ഫാമിലിയായിട്ട് കാണാൻ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ കൊലപാതകം അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ കണ്ടിരിക്കും. അതൊക്കെ എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല പടം, സൂപ്പർ പടമാണ്, മാസ് പടം കേട്ടോ. ശ്രീനാഥ് പൊളിച്ച് നൈസ് പടം കേട്ടോ. നല്ല അടിപൊളി പടം, എല്ലാവരും ഇതിൽ അഭിനയിച്ച് നൈസ് പടം കേട്ടോ. അടിപൊളി പടം, വേറെ രക്ഷയില്ല. ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നൈസ് പടമാണ്. വേറെ മൂഡ് പടം, നൈസ് പടം കേട്ടോ. എല്ലാവരും വന്ന് ഈ പടം കാണട്ടെ, ട്രെൻഡ് ആവട്ടെ.